കറണ്ട് പോയോ? കണ്ടവൻ ഞങ്ങളുടെ മോട്ടർ ഓഫ് ആക്കുക പല പല വേലകളാ. കണ്ടവൻ ഞങ്ങളുടെ മോട്ടർ ഓഫ് ആക്കുക പല പല വേലകളാ. സഹദേവമന്ദിരത്തിലെ മോട്ടർ ഓഫ് ആക്കാൻ നടക്കുക കുറെ അമ്മമാരും ഒരുമാരും. സഹദേവമന്ദിരത്തിലെ മോട്ടർ ഓഫ് ആക്കണം ചിലവന്മാർക്കും അമ്മമാർക്കും. പല പല രോഗങ്ങളാ. പല പല രോഗം. മുടി കൊഴിക്കണം, മുടിയുടെ അറ്റത്തെ തുമ്പെല്ലാം കളയണം, അങ്ങനെ പല പല വേലകളാ. മുടിയുടെ കനം കുറയ്ക്കണം ലേസർ വെച്ച്. ലേസർ അടിച്ച് മുടിയുടെ കനം കുറയ്ക്കുക. പല പല വേലകളാ നമ്മുടെ മുടി വലുതായിട്ടിരിക്കാൻ, മുടിയുടെ ഉള്ളു തോന്നിക്കാതിരിക്കാൻ, അങ്ങനെ പല പല വേലകളാ ഇവന്മാർക്ക്. ലേസർ അടിയാ ജോലി. ലേസർ അടി ഉച്ചിയിലോട്ട് ലേസർ അടിയാ ജോലി. ഉച്ചിയിലോട്ട് ലേസർ അടി. സർവ്വസമയം ലേസറും കൊണ്ട് ഇരിക്കുക പറയാം ഒരുമാരും ഇവന്മാരും കയറി. സർവ്വസമയം കുറെ ലേസറുമായിട്ട് ഇരിപ്പാ കുറെ അമ്മമാരും ഒരുമാരും കയറി ഇങ്ങനെ ഇരിക്കുക ലേസറുമായിട്ട്. വീരായപ്പണിക്കർ പറയുന്നതായിരുന്നു ഇവിടെ കൊല്ലണമെന്ന് ആഗ്രഹമായിരുന്നു അവർക്ക്. ഭർത്താവിനെ എന്തായാലും കൊന്നു. വായിക്കാത്തോട്ട് ഒഴിച്ചു കൊടുത്തേക്ക് കൊന്നെന്നാ പറയുന്നത്. വായിക്കാത്തോട്ട് ഒഴിച്ചു കൊടുത്തേക്ക്. വായിക്കാത്തോട്ട് വിഷമെല്ലാം കൂടെ ഒഴിച്ചു കൊടുത്തേക്ക് കെട്ടി തൂക്കിയെന്ന്. വായിക്കാത്തോട്ട് വിഷമെല്ലാം കൂടെ ഒഴിച്ചു കൊടുത്തേക്ക് കെട്ടി തൂക്കി. ഇതെന്താവാ പൊന്നച്ച നടക്കുക. എന്നിട്ട് എന്റെ സ്വത്തും എല്ലാം പിടിച്ചു പറിക്കാൻ എന്നെ എന്റെ കൊച്ചിനെയും വകവരുത്താനായിട്ട് നടക്കുക. എന്റെ കൊച്ചിനെ നോട്ടം ഇട്ട് വെച്ചിരിക്കുക. ഇങ്ങനെ എന്റെ കൊച്ചിനെ അങ്ങ് റെഡിയാക്കുമെന്നുള്ള രീതിയിലാണ് ഇപ്പൊ നടക്കുന്നത്. അപ്പൊ എന്റെ കൊച്ചിനെ റെഡിയാക്കണം എന്നുള്ള രീതിയിലാണ്. എന്റെ കൊച്ചിനെ എങ്ങനെ റെഡിയാക്കണം എന്നുള്ള രീതിയിലാണ് ഇപ്പൊ നടക്കുന്നത്. സ്വത്ത് കിട്ടുമെന്ന് വിചാരിച്ചാൽ നടക്കുക. സ്വത്ത് കിട്ടുമോ? നിനക്ക് തരാവടി സ്വത്ത് കേട്ടോടി. അന്നം കണ്ടവരെല്ലാം സ്വത്ത് വേണോടി. നീ ആരാടി? വീരായപ്പണിക്കർ. കണ്ടവരുടെ എല്ലാം സ്വത്ത് വാങ്ങിക്കാൻ നടക്കുക അവള്. നടക്കുക സ്വത്ത് പിടിച്ചു പറിക്കാൻ ഇങ്ങനെ നടക്കുക അവള്. കുറെ ഗുണ്ടകളുണ്ട് അവർക്ക്. ഇപ്പൊ സ്വത്തൊന്നും പോരാ അവർക്ക് കിട്ടിയതൊന്നും പോരാ. ഭർത്താവിനെയൊക്കെ വളർത്തിയേക്ക് കിട്ടിയത് പോരാ. 7 സെന്റ് സ്ഥലവും ഭർത്താവിനെ വളർത്തിയേക്കില്ല. അവിടെ കൂട്ട് പള്ളിപ്പാട്ടുകാരിയുടെ കൂട്ട് 7 സെന്റ് സ്ഥലവും പള്ളിപ്പാട്ടുകാരിയുടെ കൂട്ട് തന്നെ ഭർത്താവിനെ കൊണ്ടേച്ചെല്ലാം വാങ്ങിച്ചു. ഇവളും ഭർത്താവിനെ എല്ലാം കൊണ്ടേച്ച് 7 സെന്റ് സ്ഥലം എല്ലാം വാങ്ങിച്ച് വീടും വെച്ച് നടക്കുക. എന്റെ കൊച്ചിനെ കൊല്ലണമെന്നോ ഇനി എന്റെ കൊച്ചിനെ നോട്ടം ഇട്ട് വെച്ചിരിക്കുക. ഒരു രാജമ്മയെന്ന് പറഞ്ഞ പേര് പിടിച്ച് അവളങ്ങ് എന്റെ കൊച്ചിന്റെ രക്ഷകർത്താവാന്ന് നടക്കും. ഇവളാരാണ്?
അപ്പോൾ എന്റെ കൊച്ചിന്റെ രക്ഷകർത്താവാണ് ഈ ഫേവറിക്ക്. നീ ആരടി എന്റെ കൊച്ചിന്റെ രക്ഷകർത്താവാണ്? നിന്നെ എന്റെ കൊച്ചിനെ വിളിക്കാൻ നീ ആരടി എന്റെ കൊച്ചിനെ വിളിക്കാൻ? നിന്നോട് ആര് പറഞ്ഞു എന്റെ കൊച്ചിനെ വിളിക്കാൻ? എന്റെ കൊച്ചിനെ വിളിക്കലാ ജോലി. എന്തോ ഇല്ലാതെ ഇവിടെ ഇവന്റെ കൊച്ചിനെ വിളിച്ചുവിടുന്ന അധികാരിയാവും. അങ്ങ് അധികാരിയാവും. എന്റെ കൊച്ചിനെ വകവരുത്തിയിട്ട് മേഖലയൊക്കെ കാറ്റടിക്കാൻ. ഇവിടെ കുറെ എണ്ണത്തിനെ വകവരുത്തിട്ട് കാറ്റടിച്ചതാ ഇവിടെ. ഇവിടെ കുറെ എണ്ണത്തിനെ വകവരുത്തി കാറ്റടിച്ച് നടക്കുന്ന പറയുന്നത്. എന്റെ കൊച്ചിനെ എന്നെ അങ്ങ് വകവരുത്തണം നിങ്ങൾമാർക്ക്. ഇവിടെ ഭർത്താവിനെ വകവരുത്തിയതുപോലെ, ചെല്ലമുരളിയെ വകവരുത്തിയതുപോലെ, ചെല്ലമുരളിയെ വകവരുത്താൻ ഇവിടെ ആൾക്കാരിപ്പം പറയുന്നത് എന്തുവാ, വിഷം വായിൽ ഒഴിച്ച് കൊടുത്തേച്ച് കെട്ടിത്തൂക്കിയെന്ന്. ദൈവമേ വാമ്പിടിച്ചോനെ. ഇവിടെ മോഡസൊപ്രാണ്ടി എങ്ങനെ തന്നെ ആക്കിയേച്ച് കൊല്ലുന്നത്. അപ്പൊ നമുക്ക് വരുന്നതാ 4 പിള്ളേർ ചത്തത് അമ്മയെ അറിഞ്ഞത് എന്തുവാ കബറടക്കത്തിന് തൊട്ട് മുമ്പാണ്. അതുപോലെ ഏതാണ്ടൊക്കെ ചെയ്യാവുന്ന എന്റെ കൊച്ചിനെ അങ്ങ് കൊന്നേച്ച് എന്തൊക്കെയാണോ ഉണ്ടാക്കാവുന്ന ഇവിടുമാർക്ക് സ്വത്തും മുതലും വേണം. ഇവിടുമാർക്ക് ഏതൊക്കെയോ അവന് സ്വത്തും മുതലും കൊടുക്കാം. സ്വത്തും മുതലും ഞങ്ങൾക്ക് തരാതിരിക്കുന്നതൊക്കെ. എന്റെ കൊച്ചിനെ വകവരുത്തിയ നിനക്ക് കിട്ടുമെന്നാണോടി? എടി നിന്റെ മക്കൾക്ക് നിനക്ക് ദർബാറടിക്കാൻ കിട്ടുമെന്നാണോടി? ഭർത്താവിനെ കൊന്നേച്ച് നടക്കുക അവള്. ചെല്ലമുരളി എന്ന് പറഞ്ഞ തലയിനെ കെട്ടി കൊന്നേച്ച് നടക്കുക അവള്. തമിഴിനെ കെട്ടി കൊന്നേച്ച് നടക്കുക സാമർത്ഥ്യക്കാരി. ഇവിടെ നമ്മളോട് പറഞ്ഞാൽ ഇവിടെ കൊല്ലണമെന്ന്. ഒന്ന് നല്ല പരിചയമായിട്ട് നല്ല അതാ ഇവിടെ കൊല്ലണം. നിസാരമായിട്ടാ കോഴിയെ കൊല്ലുന്ന പോലെ, അത് ഉറുമ്പിനെ കൊല്ലുന്ന പോലെ ആരെയും കൊല്ലു ഇവിട്. ഒന്ന് പൈസ കണ്ടങ്ങ് പിടിച്ച് ഇതായി പോയി. കൊന്നു പൈസ കണ്ട് നല്ല പരിചയമായി പോയി ഇവർക്ക്. ഇത് നല്ല പരിചയമായി പോയി. മനുഷ്യനെ കൊന്ന് നല്ല പൈസ കിട്ടി ഇവളങ്ങ് സുഖിച്ചു പോയി. മനുഷ്യനെ കൊന്ന് പൈസ എടുത്ത് സുഖിച്ചു പോയി. കുറെ അവളുമാര് വിട്ട് ഓലകെട്ടിയിലെ കുറെ ക്രിമിനൽസ് അങ്ങ് സുഖിച്ചു പോയി. മനുഷ്യനെയൊക്കെ അടിച്ചു പിടിച്ചും എന്താ ആശുപത്രിയിലൊക്കെ ആക്കി ഇങ്ങനെ പല രീതിയിൽ വെള്ളത്തിനകത്ത് അതും ഇതൊക്കെ കലക്കുക. നമ്മുടെ മുടി ഒഴിക്കാൻ വെള്ളത്തിനകത്ത് ആസിഡ് കലക്കുക. മറ്റേ ഇങ്ങനെ ചൊറിയാനും പറയാനും ഒക്കെ ഓരോന്നൊക്കെ കലക്കുക. ഇങ്ങനെ പല വേലകളാണ് ഇവന്മാർക്കുള്ളത്. മോട്ടർ ഓഫാക്കുക, നമ്മൾ ഓണാക്കുന്ന മോട്ടർ ഓഫാക്കും കലക്കിയ ദിവസങ്ങളിലൊക്കെ. അങ്ങനെയൊക്കെ വലിയ രോഗങ്ങളാണ് ഇവന്മാർക്ക്. വലിയ രോഗങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ വെള്ളത്തിനകത്ത് കലക്കുക, ചൊറിയുന്ന സാധനങ്ങളൊക്കെ വെള്ളത്തിൽ കലക്കുക. അങ്ങനെ പല വേലകളാണ്. പണ്ട് കണ്ടല്ലൂരിൽ നിൽക്കുമ്പോ ഇതുപോലായിരുന്നു. നമ്മള് വെള്ളം ഇച്ചിരി ഇങ്ങോട്ട് ഓവർഫ്ലോ ചെയ്താൽ അവനങ്ങ് ചാടുമായിരുന്നു. 2-3 എല്ലാം കൂടെ. ബിനൂപ്പി അവന്റെ അമ്മച്ചിയും കൂടെ. അമ്മച്ചി പരലോകം പൊക്കി. ബിനൂപ്പി എന്ന് പറയുന്നവന് ഏതോ ഒറ്റയുടെ കൂടെ ഗൾഫിലൊക്കെ പോയേച്ച് ഇപ്പൊ അവൻ ഇവിടെ ഒക്കെ ഉണ്ട്. കണ്ടവറ എല്ലാം വിറ്റ് തുടച്ചു. എന്നിട്ട് കണ്ടവറയെല്ലാം പെരപ്പുറത്ത് നടപ്പാ ജോലിയെന്ന് ഇപ്പൊ പറയുന്നത്. പിന്നെ ബിജൂപ്പി എന്ന് പറയുന്നത് കണ്ട കുറെ എണ്ണത്തിന്റെ വീട്ടിനകത്ത് ഇങ്ങനെ കിടക്കുക. എന്തുവാ എല്ലാം ഇങ്ങനെ ഏതോ പെണ്ണുങ്ങൾക്ക് ഇവർക്ക് കൊടുക്കുക. ഹിദായത്ത് പണിക്കതും എല്ലാം കൂടി ഇങ്ങനെ ഉണ്ടാക്കി എടുത്ത് നടക്കുകയായിരുന്നു. കളി